ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണുന്നത് ജാനകിയോട് അബി ചോദിക്കുകയാണ്, നിന്നെ നിരഞ്ജന വിളിച്ചിരുന്നോ? ഇല്ല. എന്താ അബിയേട്ടാ കാര്യം? അബിയേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ ഗൗരവമുള്ള പ്രശ്നമുണ്ടെന്ന്. ഈ കേസ് ഏതൊക്കെ വഴികൾ കൂടിയാണ് ഇനി പോകാൻ പോകുന്നതെന്ന് ഒരു നിശ്ചയവുമില്ല. അമലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അളകാപുരിയിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. അതിന് തിരികൊളുത്തിയത് നമ്മളും. കുടുംബം തകർന്നു പോകാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചവരാണ് നമ്മൾ. അച്ഛൻ എന്നിലേൽപ്പിച്ച വിശ്വാസവും അതുതന്നെയായിരുന്നു. പക്ഷേ എല്ലാം ഇപ്പോൾ വീണുടയുക. ആ അബിയേട്ടൻ കാര്യം എന്താണെന്ന് പറ. നമുക്കെതിരെ അപർണ ഒരുക്കി വിട്ട പോരാളി അജയ്യാണ് തമ്പിയുടെ വക്കീൽ. ഇത്രയും കേൾക്കുമ്പോഴേക്കും ജാനകി ഒന്ന് അമ്പരക്കുകയാണ്. എന്നിട്ട് ജാനകി ചോദിക്കുന്നു, സത്യമാണോ അബിയേട്ടാ? അതെ, ഇന്നലെ രാത്രിയിൽ അജയ്യുടെ സാന്നിധ്യത്തിൽ വെച്ച് അപർണ അവിടെ അത് പറഞ്ഞു. നിരഞ്ജനയും കൂടെയുണ്ടായിരുന്നു. അബിയേട്ടാ, നിരഞ്ജനയ്ക്കെതിരെ വാദിക്കാൻ അജയ്ക്ക് കഴിയുമോ? കഴിയാഞ്ഞിട്ടാണോ തമ്പിയുടെ വക്കാലത്ത് അവൻ ഏറ്റെടുത്തത്? നമ്മൾ നിരഞ്ജനയെ കേസ് ഏൽപ്പിച്ചതിന് അതേ നാണയത്തിൽ തന്നെ അവൾ തിരിച്ചടിച്ചു കഴിഞ്ഞു. നിരഞ്ജനയുടെയും അജയുടെയും ജീവിതത്തെ കൂടി ഈ കേസ് ബാധിക്കാൻ പോവാ. ഒന്നും രണ്ടും ജീവിതങ്ങളല്ല തകരാൻ പോകുന്നത്. ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അജയ് വക്കീൽ പണി ഉപേക്ഷിച്ചതാണ്. എന്നിട്ടും അപർണയുടെ വലയിൽ അവൻ എങ്ങനെ വീണു? പണത്തിനു വേണ്ടിയാണോ? അത് കേട്ടിട്ട് അജയ്, നിരഞ്ജനയെ നമ്മൾ കേസ് ഏൽപ്പിച്ചത് വലിയ മണ്ടത്തരമായി പോയി. ഉണ്ണിത്താൻ സാറിന് അജയുടെ കാര്യത്തിൽ എന്നും അതൃപ്തിയായിരുന്നു. അയാളത് മുതലെടുക്കും. ഒരു കുടുംബമാണ് തകർന്നു പോകുന്നത്. നിരഞ്ജനയെയും അജയെയും വേർതിരിക്കുവാനുള്ള അപർണയുടെ ശ്രമം അത് വിജയത്തിലെത്തും. അപ്പോൾ ജാനകി പറയുകയാണ്, അബിയേട്ടാ, എങ്കിലും അവരുടെ ബന്ധത്തിന് വലിയ ആയുസ്സൊന്നുമില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അബിയേട്ടൻ അജയോട് സംസാരിച്ചൊരു പ്രശ്നമാക്കുമെന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത്. നമുക്ക് പറ്റിപ്പോയ വലിയ അബദ്ധമായിരുന്നു അജയുടെ കാര്യത്തിലെടുത്ത തീരുമാനങ്ങൾ. ഹണിറോസ് ആരാണെന്നറിയുമോ? അവൾ എന്തിനാണ് കയറിയിറങ്ങി നടക്കുന്നതെന്ന് അബിയേട്ടൻ ഇനിയെങ്കിലും അറിയണം. അജയ്ക്ക് വേണ്ടി. അജയും അവളും തമ്മിലുള്ള ബന്ധം തുടങ്ങിയത് അവൻ ബാംഗ്ലൂരിൽ പഠിക്കുമ്പോഴാ. അല്ല, അവളും ശരണും തമ്മിലായിരുന്നില്ലേ അടുപ്പം? ശരണിനെ അവളതിൽ കുടുക്കിയതാണ്. ആ സത്യം മനസ്സിലാക്കിയിട്ടാണ് അമൃത മടങ്ങിപ്പോയത്. അജയുടെ എല്ലാ കളികളും നിരഞ്ജനയ്ക്കറിയാം. ഹണിയുമായിട്ട് ചേർന്നാണ് അജയ് ബാംഗ്ലൂരിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ പോകുന്നത്. അജയ്ക്കെതിരെ ശക്തമായൊരു തെളിവിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിരഞ്ജന. അപ്പോൾ അജയ്ക്ക് വേണ്ടത് പണമാണ്. അത് അപർണ അവനെ ഓഫർ ചെയ്ത് കാണും. ഈ കേസ് പിടിക്കുവാനുള്ള കാരണവും അതുതന്നെയാണ്. വീണ്ടും അപ്പോൾ ജാനകി പറയുകയാണ്, അജയുടെയും നിരഞ്ജനയുടെയും ദാമ്പത്യം വേർപിരിയും എന്നുള്ള കുറ്റബോധം നമുക്ക് വേണ്ട. അവളെ പിടിച്ചു വച്ചിരിക്കുന്നത് ഞാനാണ്. അല്ലായിരുന്നെങ്കിൽ അവരെന്നെ രണ്ടു വഴിക്കായേനെ. ജാനകി, പ്രതിഭാഗം വക്കീല് അജയ് ആയ സ്ഥിതിക്ക് നമ്മൾ സൂക്ഷിക്കണം. അവൻ നിസ്സാരക്കാരനല്ല. അപ്പോൾ ജാനകി അബിയോട് പറയുകയാണ്, അബിയേട്ടാ, ഞാൻ ഇപ്പോൾ വരാം, ഒന്ന് നിരഞ്ജനയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് താൻ അകത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് അബി മനസ്സിൽ പറയുകയാണ്, തമ്പിയുടെ ഏറ്റുപറച്ചിൽ റെക്കോർഡ് ചെയ്ത ഓഡിയോ അത് നിരഞ്ജനയ്ക്ക് കൈമാറണം. ഇത് ചിന്തിച്ചുകൊണ്ട് ഫോൺ എടുത്ത് നോക്കുന്ന അബി ഒരു നിമിഷം ഒന്ന് ഞെട്ടുകയാണ്. ആ ഫയൽ തൻ്റെ ഫോണിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് നിരാശയോട് അബി പറയുകയാണ്, അത് ഫോണിൽ നിന്നും ഡിലീറ്റ് ആയല്ലോ. എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത്. ഇതിനിപ്പോൾ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഇത് പറഞ്ഞുകൊണ്ട് അബി വീണ്ടും ഫോണിൽ പരതുകയാണ്. തുടർന്ന് കാണുന്നത് അളകാപുരിയിൽ അമല് തൻ്റെ ഫോൺ നോക്കി വാതിൽക്കലിരിക്കുമ്പോൾ പെട്ടെന്ന് വിശ്വനാഥൻ തമ്പി അവിടേക്ക് കയറി വരികയാണ്. ഒരു ചുമച്ചുകൊണ്ട് അങ്ങോട്ട് വന്നിട്ട് ഉറക്കെ അജയ് അജയ് എന്ന് നീട്ടി വിളിക്കുകയാണ്. പെട്ടെന്ന് ഞെട്ടിച്ചാടി എഴുന്നേറ്റിട്ട് അമല് ചോദിക്കുകയാണ്, എന്താങ്കളെ പതിവില്ലാതെ ബാഗും ഒക്കെ ആയിട്ട്? ഞാൻ വന്നത് എൻ്റെ വക്കീലിനെ കാണാനാണ്. വക്കീലിന് ഓഫീസൊന്നും ഇല്ലാത്ത നിലയ്ക്ക് വീട്ടിൽ വന്നല്ലേ കാണാൻ പറ്റൂ. ഉടൻ തന്നെ ഓഫീസ് തുറക്കുമെന്ന് അജയേട്ടൻ പറയുന്നത് കേട്ടു. ഈ സമയത്ത് നിരഞ്ജന താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഉടനെ തമ്പി, നിക്ക്, നീ എന്നെ കണ്ടിട്ടെന്താ മൈൻഡ് ചെയ്യാതെ പോകുന്നത്? നീ അവിടെ നിന്നേ. ഞാൻ കാണാൻ വന്നത് നിന്റെ ഭർത്താവിനെയാണ്. അപ്പോൾ ഭാര്യ കൂടെ ഉണ്ടാവണം. അതുമാത്രവുമല്ല, ഭർത്താവ് വേണ്ടെന്ന് വെച്ച തൊഴിൽ വീണ്ടും തുടങ്ങിയ സമയം കൂടിയല്ലേ. അതും പടനിലത്ത് തമ്പി കാരണം. ഇതൊക്കെ അല്ലേടി മോളെ ഒരു ഭാര്യയ്ക്ക് സന്തോഷിക്കാൻ പറ്റിയ സമയം. അതെ, തമ്പിക്ക് ഈ കേസൊന്നും ഒരു പുത്തരിയല്ല. ഇതിനു മുൻപും ഇതിനേക്കാൾ വലിയ കേസുകൾ തമ്പിക്കെതിരെ വന്നിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുമുണ്ട്. ഇങ്ങനെ ഒരു കള്ളക്കേസ് പടച്ചുണ്ടാക്കിയവൻ വിചാരിച്ചത് തമ്പി ഇത് കേൾക്കുമ്പോൾ അങ്ങ് മുള്ളിപ്പോവുന്ന. ഈ സമയത്ത് അപർണയും അജയും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നിരഞ്ജന തമ്പിയോട് ചോദിക്കുകയാണ്, തമ്പി സാർ, പിന്നെന്തിനാണ് അന്ന് കോടതിയിലെ നോട്ടീസ് കിട്ടിയപ്പോൾ അതും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് പരവേശത്തോട് ഓടി വന്നത്?
അതിന് അപർണയാണ് മറുപടി പറയുന്നത്. അത് അച്ഛൻ പേടിച്ചിട്ടാണെന്നാണോ നീ കരുതുന്നത്? അച്ഛൻ ഈ വീട്ടുകാരെ വിശ്വാസം വരാഞ്ഞിട്ടാ. ഈ വീട്ടിലുള്ള ഒരാൾ കേസിന് പോയാൽ ആരായാലും ഒന്ന് അമ്പരന്ന് പോവും. ഇത് കേട്ടുകൊണ്ട് അമല് കളിയാക്കി അപർണയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ആ അമ്പരന്ന് പോവും. എന്റെ അമ്പരപ്പ് ഇതുവരെ മാറിയിട്ടില്ല. തമ്പിയങ്കളും ഒന്ന് അമ്പരന്ന് ഓടിയതല്ലേ. അയ്യോ, അത് പേടിച്ചിട്ടാണെന്നൊന്നും ഏടത്തി കരുതണ്ട കേട്ടോ. ഉടനെ വലിയ ഗൗരവത്തോടും അല്പം ജാള്യതയോടും കൂടി അജയ് ചോദിക്കുകയാണ്, തമ്പിയങ്കൾ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ആ, അത് പറയാം. കേസിന്റെ വക്കാലത്തേറ്റാൽ ഒരു തുക ഞാൻ എൻ്റെ വക്കീലിന് അഡ്വാൻസ് കൊടുക്കുന്ന പതിവുണ്ട്. ഇതൊരു കള്ളക്കേസാണെങ്കിലും ഞാൻ ആ പതിവ് തെറ്റിക്കുന്നില്ല. പിന്നെ ഇതൊരു കള്ളക്കേസാണ് എന്ന് തെളിയിക്കേണ്ട ചുമതല അത് വക്കീലിനുണ്ടല്ലോ. വക്കീല് ഈ അഡ്വാൻസ് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് പിടിക്ക്. തമ്പിയുടെ വക്കീലിന് തമ്പി ഒരു വിലയിട്ടിട്ടുണ്ട്. അത് വക്കീല് മനസ്സിൽ കാണാത്തതിനേക്കാളും വലുതായിരിക്കും. അല്ലാതെ കഞ്ഞിയും പയറും അല്ല തമ്പി വക്കീലിന് കൊടുക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് അമല് പറയുകയാണ്, അത് ജാനകിയടത്തിയുടെ വക്കീലിനുള്ള ഒരു താങ്ങായിരുന്നല്ലോ. അപ്പോൾ നിരഞ്ജന, എനിക്ക് എപ്പോഴും രുചിയായിട്ട് തോന്നിയിട്ടുള്ളത് കഞ്ഞിയും പയറും തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു പപ്പടം കൂടെ കിട്ടിയാൽ സന്തോഷം. അപ്പോൾ ഒരു പരിഹാസത്തോടെ അജയ്യുടെ മുഖത്ത് നോക്കി അമല് പറയുകയാണ്, അജയേട്ടാ, കേസ് ഏത് വഴിക്ക് പോയാലും കിട്ടുന്നത് വേണ്ടാന്ന് വെക്കണ്ട. അജയേട്ടൻ ചാടിപ്പിടിച്ചോ. ഇവരുടെ എല്ലാം നടുവിൽ ആകെ കുഴഞ്ഞതുപോലെ നിൽക്കുന്ന അജയുടെ മുഖത്ത് നോക്കി അപർണ പറയുകയാണ്, അജയ് അഡ്വാൻസ് വാങ്ങിക്കേ. ഉടനെ തമ്പി എന്ന് പറഞ്ഞുകൊണ്ട് ആ പണം അജയ്ക്ക് നേരെ വെച്ചു നീട്ടുകയാണ്. അപ്പോൾ ഒരു ജാള്യതയോടെ അജയ് ആ പണം കയ്യിലേക്ക് വാങ്ങുന്നു. തുടർന്ന് തമ്പിയുടെ മുഖത്ത് നോക്കി അമല് ചോദിക്കുകയാണ്, ആ സ്ത്രീ പണ്ട് കമ്പനിയിൽ ജോലി ചെയ്തതായിട്ട് പറയുന്നുണ്ടല്ലോ അങ്കിളെ. അതിന് അപർണ, അങ്ങനെ ഒരാളെ കണ്ടെത്താൻ വേണ്ടിയല്ലേ നിന്റെ ഏട്ടനും ഏട്ടത്തിയും ഈ വീട് വിട്ടങ്ങ് പോയിരിക്കുന്നത്. ഉടനെ തമ്പി, പക്ഷെ എനിക്ക് ആ സ്ത്രീയെ ഒരു പരിചയവുമില്ല. അങ്ങനെ ഒരു പേര് പോലും ഞാൻ കേട്ടിട്ടില്ല. എന്തെങ്കിലും ഒരു സാധ്യത വെച്ചിട്ടല്ലേ ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കാൻ പറ്റൂ, അല്ലേടി മോളെ? ഏതവളാണവൾ? അവൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഇത് കേട്ടിട്ട് നിരഞ്ജന പറയുകയാണ്, ഈ കേസ് കോടതിയിലെത്തിയ സ്ഥിതിക്ക് ഇനിയെങ്കിലും തമ്പി സാർ ആ പേരൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. രാധാമണി വാരസ്യാർ. ഇത്രയും പറഞ്ഞിട്ട് നിരഞ്ജന അജയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ തമ്പി പറയുകയാണ്, എന്തായാലും ഉണ്ണിത്താൻ വക്കീലിന്റെ മോള് ജാനകിയുടെയും അബിയുടെയും കുടുക്കിൽ പോയി വീണതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. അപ്പോൾ അമൽ, അവർക്കും വേണ്ട അങ്കിളെ ഒരു വക്കീലൊക്കെ. നിരഞ്ജനയിടത്തിയാകുമ്പോൾ ഇങ്ങനെയുള്ള നോട്ട് കെട്ടുകളൊന്നും വേണ്ട, കഞ്ഞി കൊടുത്താൽ മതിയല്ലോ. അത് കേട്ടിട്ട് വിശ്വനാഥൻ തമ്പി അജയുടെ മുഖത്ത് നോക്കി ഒരു വിളറിയ ചിരിയുമായിട്ട് നിൽക്കുമ്പോൾ അജയ് പറയുകയാണ്, ശരി, ഞാൻ അങ്കിളിനെ നേരിട്ട് വന്ന് കാണാം. ഇതിവിടം കൊണ്ടൊന്നും തീരില്ല അജയ്. ഇത് കള്ളക്കേസാണെന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അടുത്തൊരു കേസ് അജയ്ക്ക് തരും. തൽക്കാലം അജയ് ചെല്ല് എന്ന് പറഞ്ഞ് അജയെ വിശ്വനാഥൻ തമ്പി പറഞ്ഞു വിടുകയാണ്. അപ്പോൾ തമ്പി അമലിനോട് പറയുകയാണ്, എടാ മോനെ, നിന്നെ കൂടി ഇല്ലാതെയാക്കാനുള്ള നീക്കവാടാ ഇത്. നീ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി നിൽക്കാതെ ഞങ്ങളുടെ കൂടെ നിൽക്കടാ. അങ്ങനെയാണെങ്കിൽ അങ്കിളിന്റെ സമ്പാദ്യം മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. ഉടനെ അപർണ, ഇതൊക്കെ ആരോടച്ചായി പറയുന്നത്? മനുഷ്യനെ അഭിമാനം എന്നൊന്നില്ലെങ്കിൽ പിന്നെ എന്ത് നിലപാട്? ഉടനെ അജയ്, അങ്കിൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ, സത്യത്തിന്റെ നിലപാട്. ഞാൻ അവിടെ നിൽക്കും, ആര് കൂടെ നിന്നാലും ഇല്ലെങ്കിലും. ഉപ്പ് തിന്നുന്നവർ വെള്ളം കുടിച്ചേ പറ്റൂ. ഇത് പറഞ്ഞിട്ട് അമൽ അവിടെ നിന്നും നടന്നു നീങ്ങുകയാണ്. ഉടനെ അപർണ തമ്പിയോട് ചോദിക്കുകയാണ്, അച്ഛാ, കോടതിയിൽ വേണ്ടത് നിലപാടല്ല, എവിഡൻസ് ആണ്. ഈ കേസിന് എന്ത് എവിഡൻസ് ആണുള്ളത്? ഇത് കേട്ടുകൊണ്ട് പെട്ടെന്നൊരു അസ്വസ്ഥതയോടെ തമ്പി അല്പം മുൻപോട്ട് നീങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അപർണ മനസ്സിൽ പറയുകയാണ്, അജയ്യെ വെച്ച് ഈ കേസ് ജയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ജാനകി ജയിക്കും. അതൊരിക്കലും പാടില്ല. തുടർന്ന് കാണുന്നത് അബിയും അഡ്വക്കേറ്റ് സക്കീർ ഹുസൈനും തമ്മിലുള്ള സംഭാഷണമാണ്. അബി പറയുകയാണ്, എനിക്കിത് വലിയൊരു തിരിച്ചടിയായിപ്പോയി. അതിൻ്റെ ഷോക്കിലൊന്നും ഇതുവരെയും എനിക്ക് കരകയറാൻ കഴിഞ്ഞിട്ടില്ല. തമ്പിയുടെ മുഴുവൻ സംസാരങ്ങളും ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തതാണ്. അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ഓഡിയോ ക്ലിപ്പ് മാത്രം മതിയായിരുന്നു കേസ് റീഓപ്പൺ ചെയ്യാനുള്ള കോടതി ഉത്തരവ് കിട്ടാൻ. അപ്പോൾ വക്കീല്, അത് വലിയൊരു നഷ്ടമായിപ്പോയി. ഇത്തരം തെളിവുകൾ ഒരിക്കലും ഫോണിൽ സൂക്ഷിക്കുകയായിരുന്നില്ല വേണ്ടത്. കമ്പ്യൂട്ടറിലോട്ടോ പെൻഡ്രൈവിലോട്ടോ മാറ്റണമായിരുന്നു. അബിയോട് ഞാനിതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഞാനത് അത്ര സീരിയസ് ആയിട്ട് കണ്ടില്ല. അത് വലിയ തെറ്റായിപ്പോയി. അപ്പോൾ വക്കീൽ പറയുകയാണ്, ഈ ഫോണിൽ നിന്നും ആ ഫയൽ വീണ്ടെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം.
അതിന് എക്സ്പേർട്ടായിട്ടുള്ള ആളുണ്ട്. ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഈ കേസിന് പുനരന്വേഷണത്തിനുള്ള ഉത്തരവ് ലഭിച്ചില്ലെങ്കിൽ പോലും മുൻപോട്ട് നീങ്ങിയേ തീരൂ. അപ്പോൾ അബി പറയുകയാണ്, ജാനകിയുടെ ഈ തീരുമാനത്തിന് അന്നേ നിങ്ങൾ വലിയ സാധ്യത പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അബി, ഇതുപോലെ എത്രയോ കേസുകൾ എൻ്റെ ഇത്രയും കാലത്തിലുള്ള അനുഭവത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെപ്പറ്റിയുള്ള ചിന്തകൾക്കൊന്നും പ്രസക്തിയില്ല. ജാനകിക്കൊപ്പം നമ്മളും നീന്തണം. ഏതു പ്രവർത്തിക്കു വേണ്ടിയും ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്. അബി ഇപ്പോൾ ആകെ നിരാശനാണ്. അത് വിട്ടേക്ക്. അബിക്ക് ഭാര്യയുടെയും അനിയത്തിയുടെയും അഭിമാന പ്രശ്നമാണ്. അപ്പോൾ അബി, അതെ, മാധവ വാര്യർ ഒരു പോലീസ് കേസ് കൊടുത്തതിൻ്റെ വിവരണമാണ് ആ സ്റ്റേഷനിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചത്. കേസിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായിട്ടില്ല. അതിനുവേണ്ടി കൊടുത്ത പെറ്റീഷൻ അത് തപ്പിയെടുക്കണം. അബി, അത് സ്റ്റേഷനിലുണ്ടാകാൻ സാധ്യതയില്ല. കാരണം തമ്പിയുടെ വലം കൈയായിരുന്ന സേനൻ ആ സമയത്ത് അവിടുത്തെ സബ് ഇൻസ്പെക്ടറായിരുന്നു. ഉടനെ അബി പറയുകയാണ്, അമ്മയുടെ അച്ഛൻ കേസ് കൈമാറിയ ആ CI ഒന്ന് നേരിട്ട് കാണണം. മറ്റൊന്ന്, അച്ഛൻ്റെ സഹായിയായിരുന്ന ആ മാഷിനെയും ഒന്ന് കാണണം. CIയിൽ നിന്നും കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എത്രയോ കേസുകൾ അയാൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. പക്ഷേ മാഷിനെല്ലാം അറിയാം. അയാളിൽ നിന്ന് വേണം തുടങ്ങാൻ. അപ്പോൾ വക്കീൽ പറയുകയാണ്, മാഷ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എങ്ങനെ പോയാലും അയാൾക്കിപ്പോൾ 75 വയസ്സിന് മുകളിൽ പ്രായം വരും. അപ്പോൾ അബി, എല്ലാം റിസ്ക്കുള്ള കാര്യങ്ങളല്ലേ? അബി അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, എനിക്ക് വിട്ടേക്ക്. അപ്പോൾ വീണ്ടും അബി പറയുകയാണ്, അമ്മ സംസാരിക്കാത്തതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അവർ മാനസിക രോഗിയായതിൻ്റെ പിൻപിലുള്ള കാരണം അത് തെളിയിക്കുവാൻ നമുക്ക് കഴിയില്ല. അതൊക്കെ ചർച്ചാ വിഷയമാകുന്നത് കേസ് റീഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള തുടരന്വേഷണത്തിലാണ്. അപ്പോൾ വക്കീൽ പറയുകയാണ്, അതെ, ഇപ്പോൾ വേണ്ടത് ഈ അപേക്ഷയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അബി, സത്യം ദുർഘടമായ വഴിയിൽ നിസ്സഹായതയോടെ നിൽക്കുന്നുണ്ട്. എങ്ങനെ കൈപിടിച്ചു കൊണ്ടുവരണമെന്ന് എനിക്കറിയില്ല. തുടർന്ന് കാണുന്നത് നിരഞ്ജന തൻ്റെ ഓഫീസിൽ ഓരോ ഫയലുകളും നോക്കി അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ണിത്താൻ അവിടേക്ക് വരികയാണ്. എന്നിട്ട് നിരഞ്ജനയോട് പറയുന്നു, മോളെ, ആ കൈമളുടെ കേസ് ഇന്ന് പരിഗണനയ്ക്ക് വെച്ചിരിക്കുകയാണല്ലോ. നീ എന്താ കോർട്ടിലേക്ക് പോകാഞ്ഞത്? അതൊന്നും അല്ലച്ച ഇപ്പോഴത്തെ പ്രശ്നം. രാധാമണി വാരസ്യാർ കേസിൽ തമ്പി കൊണ്ടുവന്ന വക്കീല് ആരാണെന്ന് അച്ഛൻ അറിഞ്ഞോ? ഇല്ല, അയാൾ ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരും. ഇപ്പോൾ അഭിയേയും ജാനകിയും അല്ല തമ്പി എതിരാളിയായിട്ട് കാണുന്നത്, ഉണ്ണിത്താനെയും മോളയുമാ. അല്ല, നിനക്ക് വല്ല വിവരവും കിട്ടിയോ? അതിന്നലെ രാത്രിയിൽ തന്നെ ഞാൻ അറിഞ്ഞു. തമ്പിയുടെ അഡ്വക്കറ്റിന്റെ കൂടെ ഇരുന്നു കൊണ്ടായിരുന്നു ഇന്നലെ രാത്രിയിലത്തെ എൻ്റെ അത്താഴം. നീ ചിരിക്കാതെ ആരാന്ന് പറ. എൻ്റെ ഭർത്താവ്. ആര്? അജയോ? അജയ് തന്നെ. ഇന്നലെ രാത്രിയിൽ അത്താഴ സമയത്ത് അജയെ ഇരുത്തി വളരെ നാടകീയമായിട്ടാണ് അപർണ അത് പറഞ്ഞത്. ഈ തീരുമാനം തമ്പിയുടേതല്ല, അപർണയാണ് അജയെ കൊണ്ടുവന്നത്. അതിൽ നിന്നും അച്ഛന് മനസ്സിലായില്ലേ അപർണ ലക്ഷ്യം വെക്കുന്നത് എന്നെയാണെന്ന്. അപ്പോൾ ഉണ്ണിത്താൻ പറയുകയാണ്, അതിൽ അവൾക്ക് മാത്രമല്ല തമ്പിക്കും പങ്കുണ്ടാവും. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുമെന്ന് തമ്പി ഇപ്പോൾ ആഹ്ലാദിക്കുന്നുണ്ടാവും. അല്ല, നിനക്ക് ധൈര്യക്കുറവ് വല്ലതും തോന്നുന്നുണ്ടോ? അജയെ അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റില്ല. അടവുകളെല്ലാം ഇവിടുന്ന് പഠിച്ചിട്ട് പോയവനല്ലേ. ഞാൻ എന്തിനു പേടിക്കണം വച്ചാ? സത്യം നമ്മുടെ ഭാഗത്താ. ഇപ്പോഴേ പെറ്റീഷൻ കോടതി തള്ളി എന്നുള്ള അഹങ്കാരത്തിലാണ് അപർണ. കേസ് റീഓപ്പൺ ചെയ്യുവാൻ വേണ്ടി കോടതി ഉത്തരവിടുന്നതുവരെയുള്ള അച്ഛൻ്റെയും മോളുടെയും അഹങ്കാരം. അപ്പോൾ ഉണ്ണിത്താൻ പറയുകയാണ്, ഡിഫൻസ് ലോയർ അജയ് ആയതുകൊണ്ട് നീ കൂടുതൽ സൂക്ഷിക്കണം. ദേ, പേടിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല, നിന്നെ സഹായിക്കാൻ വേണ്ടി ഞാനും ഉണ്ടാവും. മോള് അല്പം പോലും പതറിപ്പോകരുത്. അച്ഛൻ്റെ ഉത്കണ്ഠയൊന്നും എനിക്കില്ല. കുറച്ചും കൂടി ത്രില്ലടിച്ച് എനിക്കിപ്പോൾ പൊരുതാം. അപ്പോൾ ശരി അച്ഛാ, ഞാൻ കോടതി പോയിട്ട് വരാം. ചെല്ല്, സ്വാമിനാഥൻ സാറ് നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി. ഇത് പറഞ്ഞിട്ട് നിരഞ്ജന അവിടുന്ന് നടന്നു നീങ്ങുകയാണ്. നിരഞ്ജന നടന്നകന്നപ്പോൾ ഉണ്ണിത്താൻ വക്കീൽ അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ പറയുകയാണ്, എടാ അജയ്, എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്നും പുറത്തു പോകാനുള്ള വാതിൽ നീയായിട്ട് തന്നെ തുറന്നു തന്നു. നിരഞ്ജനയിൽ നിന്നും നിന്നെ എങ്ങനെ അടർത്തിക്കളയാമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഈ പെറ്റീഷൻ്റെ ഭാവി എന്തായാലും ഉണ്ണിത്താനു വേണ്ടിയാണ് അത് കോടതിയിലെത്തിയിരിക്കുന്നത്. നിരഞ്ജന തന്നെ നിന്നെ തള്ളി പറയും. നിന്നെ ഞാൻ അവിടെ കൊണ്ടുവന്ന് എത്തിക്കും അജയ്. പിന്നീട് കാണുന്നത് അപർണയുടെ ഒരു കൂട്ടുകാരി തൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അവർ സാരിയൊക്കെ ഉടുത്തിട്ടാണ് വരുന്നത്. ഈ സമയത്ത് അപർണ ചെന്ന് വാതിൽ തുറന്നിട്ട് വലിയ സന്തോഷത്തോടെ അവളെ മുറിക്കുള്ളിലേക്ക് സ്വീകരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്,
ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തൊരു വേഷമാടി ഇത്? ഒന്ന് പോടി. ഞാൻ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കുറച്ചു കാലം അച്ഛൻ്റെ കൂടെ കാനഡയിലായിരുന്നല്ലോ. ഞാൻ നാട്ടിലെ പഴയ ഡ്രസ്സിൽ ഒന്ന് ജീവിച്ചോട്ടെ. അപ്പോൾ അപർണ, നീ വന്നു എന്നറിഞ്ഞിട്ടാണ് ഞാനും ഇങ്ങ് പോകുന്നത്. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ എനിക്കും കൂടെ വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ പറയുകയാണ്, ആദ്യം വസുന്ധരാമ്മയൊന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. ഇത് കേട്ടിട്ട് അപർണ കൂട്ടുകാരിയെ കൂട്ടിക്കൊണ്ട് തൻ്റെ അമ്മയുടെ അരികിലേക്ക് പോവുകയാണ്. തുടർന്ന് അപർണ തൻ്റെ കൂട്ടുകാരിയുമായിട്ട് അമ്മയുടെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അപർണയുടെ കൂട്ടുകാരിയെ കണ്ടുകൊണ്ട് വാകസ്തുരി ഇരിക്ക് എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട് അമ്മ. ക്ഷീണമുണ്ടോ വസുന്ധരാമ്മേ? ആ, അത് പിന്നെ ഇല്ലാതിരിക്കുവോ? എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ പറയണം, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. അത് കേട്ടിട്ട് വസുന്ധര പറയുകയാണ്, വല്ലാതെ മടുപ്പായിപ്പോയി മോളെ, അങ്ങോട്ട് വരാനും താല്പര്യമില്ല. അപ്പോൾ അപർണ, അമ്മയ്ക്ക് അസുഖം ഭേദമാകണമെന്നല്ല കാര്യം, വീട്ടിലെ കാര്യങ്ങൾ ഓർത്തിട്ട് എപ്പോഴും ഉത്കണ്ഠയും പേടിയുമാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ വസുന്ധരാമ്മയോട് പറഞ്ഞതല്ലേ ഡൽഹിക്ക് പോകാമെന്ന്. നെഫ്രോപ്പതിക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഡൽഹിയിൽ കിട്ടും. വസുന്ധരാമ്മയ്ക്ക് നെഫ്രൈറ്റിസ് രോഗമാണ്. അങ്ങോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. ഒന്ന് സമ്മതം പറഞ്ഞാൽ മാത്രം മതി. ഇത് കേട്ടുകൊണ്ട് മറുപടി ഒന്നും പറയാതെ വസുന്ധരാമ്മ അങ്ങനെ തളർന്നിരിക്കുകയാണ്. തുടർന്ന് കാണുന്നത് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിന്റെ പ്രൊമോയാണ്. ആ പ്രൊമോയിൽ ജാനകിയുടെ അമ്മയുടെ അരികിലേക്ക് അമൽ ചെല്ലുകയും വളരെ സന്തോഷത്തോടെ അമ്മയുടെ വായിലേക്ക് ലഡ്ഡു ഒക്കെ വെച്ചു കൊടുക്കുന്ന കാഴ്ചയുമാണ് കാണുന്നത്. തുടർന്ന് അമൽ പറയുകയാണ്, തമ്പിയെ വിചാരണ ചെയ്ത് ശിക്ഷിക്കേണ്ടത് അയാളുടെ കുടുംബമാണ്. ഭാര്യയും മകളും അയാളെ തള്ളി പറയണം. അയാള് പൂർണ്ണമായും ഒറ്റപ്പെടണം. തുടർന്ന് കാണുന്നത് പൊന്നു ജാനകിയോട് സംസാരിക്കുന്നതാണ്. പൊന്നു ചോദിക്കുകയാണ്, അപർണ ചെറിയമ്മയുടെ അച്ഛനല്ലേ തമ്പിയപ്പൂപ്പൻ? ആ അതെല്ലോ. അമ്മയുടെ അച്ഛനും തമ്പിയപ്പൂപ്പനാണോ? ഇത് കേൾക്കുമ്പോഴേക്കും ജാനകി ഒന്ന് നടുങ്ങുകയാണ്. തുടർന്ന് അബിയോട് ജാനകി പറയുകയാണ്, എൻ്റെ മകളത് ഒരിക്കലും അറിയരുതെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച കാര്യമാണ്. പക്ഷേ അത് അവൾ ഇന്ന് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ഞാൻ മരിച്ചു കളയുന്നതിൻ്റെ തുല്യമാണത്. ഇത് കേട്ട് അബി അങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും താല്പര്യപ്പെടണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.